Hey guys, welcome back. ഇതൊരു ഈവനിങ് വ്ലോഗാണ്. ഞാൻ ഈ ഒരു ചോക്കറിൻ്റെ വീഡിയോ ഓൾറെഡി എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഇപ്പോൾ എല്ലായിടത്തും മഴയാണെന്നറിയാം. ഇവിടെയും മഴയും കാറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഈവനിങ് ആയാൽ എൻ്റെ മെയിൻ പരിപാടി ഈ ഗാർഡനിങ് ആണ്. ഞാൻ മെയിനായിട്ടും വൈകുന്നേരങ്ങളിലാണ് എൻ്റെ ഈ ഒരു ഗാർഡനിങ്ങിന് വേണ്ടി സമയം മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. മഴ ഇല്ലാത്ത സമയം വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഗാർഡനിങ് ചെയ്യുന്നവർക്ക് ഈ ഒരു മഴ സമയത്ത് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്ന ഒരു മെയിൻ ഡ്യൂട്ടി ഒഴിവായി കിട്ടും. ഈ ഒരു റോസ ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണെന്ന്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഇങ്ങനെ നട്ടതിന് ശേഷം ആദ്യമായിട്ടുണ്ടാവുന്ന മുട്ടുകൾ നമ്മൾ വെട്ടിക്കളയുവാണെങ്കിൽ പിന്നീട് ഒരുപാട് മുട്ടുകൾ ഉണ്ടാവുമെന്ന്. കുറച്ചധികം വിഷമത്തോടെ ആണെങ്കിലും ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊരു റോഡ് സൈഡിൽ നിന്നും എടുത്തതാണ്. ഇതെടുത്തപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞതാണ് ഇത് കാടാണ്, ഇതെടുത്താൽ കൈയൊക്കെ ചൊറിയുമെന്ന്. പക്ഷേ ഞാൻ എടുത്ത് ഇതേപോലെ ഒരു പോട്ടിൽ നട്ടുവെച്ചു. ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാനതങ്ങ് നട്ടുവെച്ചു. പിന്നെ കുറച്ചധികം ചെടികളൊക്കെ നടാനുണ്ടായിരുന്നു, അതൊക്കെ നട്ടുവെച്ചു. പിന്നെ ചെടി നടുന്നത് മാത്രമല്ല, ക്ലീനിങ്ങും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാനിന്ന് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതും വീക്ക്ലി ഒരു 3 times ഒക്കെ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ കാറ്റ് വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്നും ചക്ക കാണും. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് നല്ല പഴുത്ത വരിക്കച്ചക്കയാണ്. പിന്നെ കുറച്ചു നേരം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി ഇതേ ചക്കയും മുളക് സമ്മതിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ചക്ക സീസൺ ആയാൽ പിന്നെ വീട്ടിൽ ചക്ക കൊണ്ട് എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതൊക്കെ കാണും. പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇതേ കുറച്ച് റംബൂട്ടാനൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്ന ഇഷ്ടമാണെങ്കിലും നമ്മുടെ ഹെൽത്തിന് അതത്ര നല്ലതല്ല. അപ്പോൾ എൻ്റെ ഈവനിങ് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനിയും എൻ്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.